ഇതാണ് ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൻഡോസ് എന്നൊരു ഓപ്ഷൻ എടുക്കാം. മുകളിൽ വിൻഡോസ് എടുത്തിട്ട് വർക്ക് സ്പേസ് ഓൾ പാനൽസ് ആക്കിയിടാം. ഇപ്പൊ നമുക്ക് ഓൾ പാനൽസ് ആക്കിയിടുന്നതാണ് ബെറ്റർ. കാരണം ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് ഉള്ള പഠിച്ച് തുടങ്ങണല്ലേ ഉള്ളൂ. സോ ഓൾ പാനൽസ് ആക്കിയിടുന്നതാണ് ബെറ്റർ. നമുക്കിപ്പോ അത്യാവശ്യം എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എന്തൊക്കെയാണോ അത് മാത്രമാക്കി നമുക്ക് ലേ ഔട്ട് സെറ്റ് ആക്കിയൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. സോ നമ്മളിപ്പോ ഓൾ പാനൽസ് ആക്കി. ഇനി നമുക്ക് ഇവിടെ സെൻട്രൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ കമ്പോസിഷൻ, അതുപോലെ തന്നെ ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. സോ എന്താണ് കമ്പോസിഷൻ? സോ കമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോസ് നമ്മൾ ടൈം ലൈനിലേക്ക് എടുത്തു കഴിയുമ്പോൾ, സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വീഡിയോസ് ടൈം ലൈനിലേക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ എഡിറ്റിങ് നമ്മളിപ്പോ അതിലൊരു എഫക്റ്റ് ആയിട്ട് ചെയ്തു അതൊക്കെ നമ്മൾ കാണാൻ വേണ്ടി, നമ്മുടെ ആ വീഡിയോയിൽ വന്ന മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസിനെയാണ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ന്യൂ കമ്പോസിഷൻ, അതുപോലെ തന്നെ ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ്, അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. കമ്പോസിഷൻ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോ ഏത് റേഷ്യോയിലാണോ ഏത് FPS ആണോ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കമ്പോസിഷൻ സെറ്റ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മളിവിടെ ന്യൂ കമ്പോസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു കമ്പോസിഷൻ നെയിം കൊടുക്കാം. ഞാനിപ്പോ ഒരു കമ്പോസിഷൻ നെയിം കൊടുത്തു. അതുപോലെ തന്നെ പ്രീസെറ്റ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് HD, UHD, അങ്ങനെ പലതും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, അങ്ങനെ പല റേഷ്യോസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതല്ലാതെ നമുക്കിവിടെ താഴെ കണ്ട വിഡ്ത്ത്, ഹൈറ്റ്, അപ്പൊ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കമ്പോസിഷൻ എടുക്കുമ്പോൾ ന്യൂ കമ്പോസിഷൻ എടുത്തിട്ട് ഫസ്റ്റ് നമ്മുടെ വീഡിയോ ഏതാണ്, ലാൻഡ്സ്കേപ്പ് ആണോ അതോ പോർട്രേറ്റ് ആണോ എന്നുള്ളത് നോക്കാം. ഇപ്പൊ പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഇതുപോലെ പോർട്രേറ്റിലുള്ള ഒരു കമ്പോസിഷൻ നമുക്കിവിടെ സെറ്റ് ആയി കിട്ടും. അടുത്ത ഓപ്ഷനാണ് ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പൊ ന്യൂ കമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് നമ്മളിപ്പോ ന്യൂ കമ്പോസിഷൻ ഇട്ടു, നമ്മളൊരു പ്രീസെറ്റ് ഇട്ടു, ഇപ്പൊ പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പ് ഏതെങ്കിലും ഒരെടുത്ത് നമ്മളത് കമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് പിന്നെ കമ്പോസിഷനിൽ സെറ്റിംഗ്സിൽ എഡിറ്റ് ചെയ്യണം. അതായത് ആ വീഡിയോയുടെ FPS എത്രയാണ്, ആ വീഡിയോയുടെ ഹൈറ്റ്, വിഡ്ത്ത് എത്രയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് കമ്പോസിഷൻ സെറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇതിൽ പല ഇപ്പൊ ക്യാമറ ട്രാക്കിംഗ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പക്കയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്യാമറ ട്രാക്കിംഗ് ഒന്നും ഡിറ്റക്റ്റ് ആവില്ല. സോ അതിനാണ് ന്യൂ കമ്പോസിഷൻ എന്ന് പറയുന്ന സംഭവം. ഈ ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോണ വീഡിയോ ഏതാണോ ആ വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ സെയിം ഇതിന് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ആയിട്ട് നമുക്ക് ആ വീഡിയോയുടെ FPS-ഉം വിഡ്ത്തും ഹൈറ്റ് ഒക്കെ സെയിം ആയിട്ട് ഒരു കമ്പോസിഷൻ ക്രിയേറ്റ് ആയി കിട്ടും. ഇപ്പൊ ഇവിടെ ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ നമുക്കിപ്പോ ഒരു വീഡിയോ എടുക്കണം. ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇമ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ ഒരു വീഡിയോയുടെ ഇതിൽ നമുക്ക് FPS-ഉം കാര്യങ്ങളൊക്കെ സെറ്റാക്കി ആ വീഡിയോയുടെ ഇപ്പൊ ആ വീഡിയോയുടെ ഇതിൽ തന്നെ നമുക്ക് കമ്പോസിഷൻ ക്രിയേറ്റ് ആയി കിട്ടും. ഇതാണ് കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ തന്ന ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ആദ്യം വരുന്നത്. അതിൽ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ് ബട്ടൺ എടുത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് വരുന്നതാണ്. സോ നമ്മളെപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ന്യൂ കമ്പോസിഷൻ എടുക്കുന്നതാണ്. ഒരു വീഡിയോ അല്ലെങ്കിൽ സെയിം റേഷ്യോയിലും ഒക്കെ ഉള്ള വീഡിയോസ് ആണെങ്കിൽ മാത്രം ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ നമ്മൾ ന്യൂ കമ്പോസിഷൻ ആണ് എടുക്കുന്നത്. നമുക്കിപ്പോ ഇതിലിപ്പോ ഞാൻ പോർട്രേറ്റ് കൊടുത്തു. പോർട്രേറ്റിലുള്ള വീഡിയോസ് ആണ് ഞാൻ ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് കൊടുക്കുക. അത് നമുക്ക് ഡ്യൂറേഷൻ, നമ്മുടെ ടൈം ലൈനിലെ ഡ്യൂറേഷൻ ഒക്കെ അതൊക്കെ നമുക്ക് പിന്നീട് സെറ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് കറന്റ് ഇതുപോലെ ജസ്റ്റ് ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാം. സോ നമ്മുടെ കമ്പോസിഷൻ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ള നമ്മുടെ ടൈം ലൈൻ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ടൂൾസും എല്ലാം അടങ്ങിയ നമ്മുടെ ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ക്ലിപ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഫയലിൽ ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ എടുക്കുക, ഫയൽ എടുക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോസ് എവിടെയാണോ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇതിലിപ്പോ ഇപ്പൊ ഇത്തരം വീഡിയോസ് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കാണിക്കണം. അപ്പൊ നമ്മൾ എത്ര വീഡിയോ ആണ് എടുക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കുക.
സോ നമ്മുടെ സെലക്ട് ചെയ്ത അത്രയും വീഡിയോസ് നമ്മുടെ ഇതിലേക്ക് ഇമ്പോർട്ട് ആവും. സോ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോ കാണാനായിട്ടുള്ള ഒരു ഇത് സ്പേസ് ആണ് ഈ പ്രൊജക്ട് എന്ന് പറയുന്ന ഫേസ്. ഇതിൽ തന്നെ പ്രൊജക്ട് അതുപോലെ തന്നെ എഫക്ട് കൺട്രോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. എഫക്ട് കൺട്രോൾ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. സോ ഇതിലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോസ് ആണെങ്കിലും എഫക്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് ഇതിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ടൈം ലൈനിലേക്ക് ഇടണമെങ്കിൽ നമ്മൾ വീഡിയോ ഏതാണോ എടുക്കേണ്ടത് അത് എടുത്തിട്ട് നേരെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ടൈം ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. സോ ഞാൻ പറഞ്ഞില്ല കമ്പോസിഷൻ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇത് കണ്ട ഇപ്പൊ ഈ വീഡിയോയുടെ ശരിക്കുള്ള കമ്പോസിഷന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഔട്ട്ലൈൻ വന്നിട്ടുണ്ടാവും. ഇതാണ് ഈ വീഡിയോയുടെ കറക്റ്റ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ കമ്പോസിഷൻ ഇത്രേ ഉള്ളൂ. സോ ഇത് ഈ കമ്പോസിഷനിലേക്ക് ഫിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ സോ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഈ കമ്പോസിഷൻ നമ്മൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയ കമ്പോസിഷനിലേക്ക് ഫിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ Ctrl+Alt+F ഇട്ടോ. സോ ഇങ്ങനെയാണ് കമ്പോസിഷൻ ആ ഒരു കമ്പോസിഷൻ മാച്ച് ആവണത്. Ctrl+Alt+F ആക്കി കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ കണ്ടില്ലായിരുന്നു നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ കമ്പോസിഷനൊക്കെ വലുതാണ്. സോ നമ്മൾ ഇതിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കംപ്രസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യണേക്കാളും ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കമ്പോസിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ കമ്പോസിഷൻ സെറ്റിംഗ്സ് എടുക്കുക. ഈ കമ്പോസിഷൻ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം നമ്മുടെ വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയുടെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 2160x3840 അതാണ് ഇതിന്റെ ഹൈറ്റും വിഡ്ത്തും എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഇവിടെ ആക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ ഇതിന്റെ ഹൈറ്റ് 2160, അപ്പൊ ഓട്ടോമാറ്റിക് 3840 അത് ഓട്ടോമാറ്റിക് വരും. സോ ആ ഒരു കമ്പോസിഷൻ അങ്ങനെ വന്നു. അതുപോലെ തന്നെ FPS നോക്കുക, 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. ഇവിടെ 30 ആണ് കിടക്കുക. അത് മാറ്റി 60 ആക്കി ഓക്കെ കൊടുക്കുക. സോ ആ ഒരു കമ്പോസിഷൻ നമ്മുടെ വീഡിയോയുടെ കമ്പോസിഷനായിട്ട് മാച്ച് ആവും ഇവിടെ. അങ്ങനെയാണ് കമ്പോസിഷൻ നമ്മുടെ വീഡിയോയുടെ സെയിം പ്രോപ്പർട്ടിയിലുള്ള ഇതിലേക്ക് കമ്പോസിഷനായിട്ട് നമ്മൾ മാച്ച് ആക്കുന്നത്. സോ ഇങ്ങനെയാണ് കമ്പോസിഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ കമ്പോസിഷൻ ഫ്രം ഡിവൈസോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ ന്യൂ കമ്പോസിഷൻ എടുത്തിട്ട് നമ്മുടെ വീഡിയോ ടൈം ലൈനിലേക്ക് ഇട്ടിട്ട് ഇപ്പൊ ഇതിലേതൊരു വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം കമ്പോസിഷൻ എടുക്കുക, കമ്പോസിഷൻ സെറ്റിംഗ്സ് എടുക്കുക. ഇപ്പൊ കമ്പോസിഷൻ സെറ്റിംഗ്സ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വീഡിയോയുടെ പ്രോപ്പർട്ടിയും ഇത് മാച്ച് ആക്കി കഴിഞ്ഞാൽ കമ്പോസിഷൻ സെറ്റ് ആവും.